നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ UAE കഴിഞ്ഞ് മറ്റൊരു രാഷ്ട്രമില്ലെന്ന് പറയാം. കാരണം കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ പോലും സ്വദേശികൾ എന്ന പോലെ തന്നെ പ്രവാസികളെ കരുതാനും കരുതലായി മാറുവാനും കഴിഞ്ഞു എന്ന് മാത്രമല്ല 20 ലക്ഷത്തിലധികം കോവിഡ് ടെസ്റ്റ് നടത്തി പോരാടാൻ മുന്നിട്ടിറങ്ങി. എന്നാൽ ഇതാ കോവിഡിനെതിരായ വാക്സിൻ ഈ വർഷം അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യത്തിലോ ലഭ്യമാക്കാനാകുമെന്ന് UAE ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ 3ാം ഘട്ടം ആരംഭിച്ചതായും ബുധനാഴ്ച UAE അധികൃതർ അറിയിക്കുകയുണ്ടായി. ചൈനയുമായുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് UAEയുടെ പരീക്ഷണം എന്നത് തികച്ചും UAEയുടെ തലവര തന്നെ മാറ്റുകയാണ്. അതോടൊപ്പം തന്നെ ലോകത്ത് ആദ്യമായാണ് ഒരു കോവിഡ് വാക്സിൻ 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നതെന്നും UAE അധികൃതർ അവകാശപ്പെടുകയാണ്. ചൈനീസ് കമ്പനിയായ സിനോഫാം, അബുദാബി ആസ്ഥാനമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനമായ ഗ്രൂപ്പ് 42 അതായത് G42 എന്നിവ തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച ധാരണ പ്രകാരമാണിത് എന്നാണ് ലഭ്യമാക്കുന്ന വിവരം. അബുദാബി ഹെൽത്ത് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ G42 ആയിരിക്കും UAEയിലെ ക്ലിനിക്കൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകുന്നത് തന്നെ. വാക്സിന്റെ 1ഉം 2ഉം പരീക്ഷണ ഘട്ടങ്ങൾ വിപരീത ഫലങ്ങളൊന്നുമില്ലാതെ വിജയകരമായി പൂർത്തിയായിട്ടുണ്ടെന്ന് UAE ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹുസൈനി വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ആദ്യ 2 പരീക്ഷണങ്ങളും ചൈനയിലാണ് നടന്നത്. ആയതിനാൽ തന്നെ വാക്സിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് 3 ഘട്ടങ്ങളിലുള്ള ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്. രോഗപ്രതിരോധ ശേഷി കൃത്യമായി വിലയിരുത്തി വാക്സിൻ ഫലപ്രദമാണെന്ന് ഉറപ്പാക്കുകയാണെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. UAEയിലെ വിവിധ ആശുപത്രികളിൽ നിന്ന് സ്വയം സന്നദ്ധരാവുന്ന വ്യക്തികളിലായിരിക്കും പരീക്ഷണങ്ങൾ നടക്കുകയെന്ന് അബുദാബി മീഡിയ ഓഫീസ് ബുധനാഴ്ച ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ലോകമെമ്പാടും കോവിഡ് വ്യാപനം ചെറുക്കാനുള്ള വാക്സിൻ കണ്ടെത്തുന്നതിനായുള്ള ഗവേഷണത്തിന് UAE ലോകത്തെ തന്നെ നയിക്കുകയാണെന്ന് അൽ ഹുസൈനി വെളിപ്പെടുത്തുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.